കുട്ടിയാനയ്ക്ക് മരുന്ന് നൽകി അതിനെ മയക്കുവെടി വെച്ച ശേഷം ഉള്ള പരിപാലന പ്രക്രിയകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആന തീരെ അവശനാണ്. ഇപ്പോൾ ആംബുലൻസിൽ കിടക്കുകയാണ്. ആന ഇപ്പോൾ എണീപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം ഉപയോഗിച്ച് ശരീരം തണുപ്പിക്കുന്നുണ്ട്. തണുപ്പിച്ച ശേഷം ഏതെങ്കിലും തരത്തിൽ പുരോഗതി ഉണ്ടോ, ആരോഗ്യ പുരോഗതി ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ആനയുടെ ഹൃദയമിടിപ്പുണ്ട്, പക്ഷേ അത് നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു അപകടകരമായൊരു സൂചന കൂടി നൽകുന്നുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഡോക്ടർമാർ പല രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ആനയെ സംബന്ധിച്ചുള്ള നിലവിലെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായിരുന്നു. ആനയെ രക്ഷപ്പെടുത്തി വാഹനത്തിൽ കൊണ്ടുപോയി പരിപാലന കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത് വരെ എന്തും സംഭവിക്കാമെന്ന സൂചനകൾ വെറ്ററിനറി ഡോക്ടർമാർ നൽകിയിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആന ഇപ്പോൾ എലിഫന്റ് ആംബുലൻസിൽ ചരിഞ്ഞു കിടക്കുന്ന നിലയിലാണ്. ആരോഗ്യസ്ഥിതി അതീവ ദുഷ്കരം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നെഞ്ചിടിപ്പ്, ഹൃദയമിടിപ്പ് ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. പക്ഷേ എന്തായിരിക്കാം ഇനിയുള്ള നീക്കങ്ങൾ എന്നുള്ളതാണ് ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള വെറ്ററിനറി ടീം, വിപുലമായ ടീമാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നത്. ആനയെ സംബന്ധിച്ചോളം നമുക്ക് അറിയാം, ഇത്രയും ദിവസം അത് വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ ആഹാരമൊന്നും കഴിക്കാതെ താടിയിലിനേറ്റ പൊട്ടൽ ആനയെ സംബന്ധിച്ചോളം വളരെ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങിയിരുന്നു. അതുകൊണ്ടാണ് പിടിച്ച് ആനയെ എടുത്താലും പരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ പോലും കഴിയുമോ എന്ന രീതിയിലടക്കം വലിയ ആശങ്കകൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നിമിഷങ്ങൾ ഡോക്ടർമാരെ സംബന്ധിച്ചോളം വലിയ വെല്ലുവിളിയാണ്. ഡോക്ടർമാർ ചികിത്സ നൽകുകയാണ്. വട്ടം നിന്നുകൊണ്ട് തന്നെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. ഹൃദയമിടിപ്പ്, അതിൻ്റെ നില സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതീവ ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം കിടക്കുന്ന ആനയുടെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ വളരെ ക്ലോസായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന. ആനയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മെ സംബന്ധിച്ച്. നമുക്കറിയാം അതിരപ്പള്ളിയിലൊക്കെ തന്നെ നമ്മൾ കണ്ട ആ കാഴ്ചകൾ. ആനയെ പിടികൂടി പരിപാലന കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. പിന്നീടാണ് അവിടെ മരണം സംഭവിക്കുന്നത്. ഇതിപ്പോൾ വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ പോലും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങളാണ്, ഏറ്റവും അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്ലൂക്കോസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും നൽകുന്നുണ്ട് ക്ഷീണം ഉൾപ്പെടെ അകറ്റാൻ വേണ്ടി. ഇത്രയും നാൾ ആന ഒന്നും തന്നെ കഴിച്ചിരുന്നില്ല. ആനയെ കഴിക്കാൻ സാധിക്കുമായിരുന്ന അവസ്ഥ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യ നില സംബന്ധിച്ച്, ശാരീരിക പരിശോധനകൾ സംബന്ധിച്ചൊക്കെയുള്ള വലിയൊരു ആശങ്ക ഡോക്ടർമാരെ സംബന്ധിച്ചോളം ഉണ്ട്. ഇപ്പോൾ ആന ചരിഞ്ഞ നിലയിലാണ്. മയക്കുപിടി വെച്ച് എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാൻ കഴിഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ ഈ ദൗത്യത്തിൻ്റെ ഇന്നത്തെ പുരോഗതിയുള്ളൂ. അതിനുശേഷം ആന ചരിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഡോക്ടർമാർ, വിദഗ്ധ ടീം തന്നെ ഒപ്പം നിന്നുകൊണ്ട് പരിശോധന നടത്തുന്നുണ്ട്. ഹൃദയമിടിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൃദയമിടിപ്പിൻ്റെ ആ വേരിയേഷൻസ് ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട്. ഡോക്ടർമാരെ സംബന്ധിച്ചോളം മികച്ചൊരു ടീം തന്നെയാണ് ഇപ്പോൾ അവിടെ ഈ ദൗത്യത്തിന് മുൻകൈ എടുത്തിരിക്കുന്നത്. എല്ലാ വനം വകുപ്പിൻ്റെ മറ്റ് ടീം, RRT സംഘം, വാച്ചർമാർ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു ദൗത്യത്തിനാണ് തുടക്കം കുറിച്ചത്. ഇന്ന് തന്നെ ആനയെ മയക്കുവെടി വയ്ക്കുമെന്ന് രാവിലെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ മയക്കുവെടി വെച്ചാൽ പോലും ആന എത്രത്തോളം അതിജീവിക്കും, സർവൈവ് ചെയ്യും എന്ന കാര്യം, ആശങ്കയെ തന്നെയാണ് ഡോക്ടർമാർ നമ്മോട് പങ്കുവെച്ചത്. അതേ അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആന എഴുന്നേൽക്കുന്നില്ല. കൊടുത്ത മരുന്നിൻ്റെ തന്നെ ഡോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ക്രമീകരിച്ചുകൊണ്ട് അതിൻ്റെ ശാരീരിക അവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലായിരുന്നു മരുന്ന് നൽകി മയക്കുവെടി വെച്ചിരിക്കുന്നത്. എന്ത് സംഭവിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ നമ്മളുടെ ദൃശ്യങ്ങൾ മനസ്സിലാക്കുന്നത്. വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട്. ആനയെ സംബന്ധിച്ചോളം ഇത്രയും നാൾ ഉണ്ടായിരുന്ന ആ സ്ഥിതി അത് വളരെ ഗൗരവമായ ഒരു അവസ്ഥയായിരുന്നു. കുട്ടിയാനയാണ്. അപ്പോൾ അറിയാമല്ലോ, നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. മരുന്ന് പോലും, ഒരു ഡോസ് മരുന്ന് ശരീരത്തിൽ ചെന്നാൽ പോലും അത് അതിജീവിക്കാൻ കഴിയുമോ, ആ ഒരു സന്നിഗ്ധാവസ്ഥയെ, ആരോഗ്യാവസ്ഥയെ എന്നതാണ് നമ്മെ സംബന്ധിച്ചോളം, അവിടുത്തെ വനപാലകരെ സംബന്ധിച്ചോളം, RRT ടീമിനെയും വെറ്ററിനറി ഡോക്ടർമാരെ സംബന്ധിച്ചോളം ഒക്കെ തന്നെ അവർ ആശങ്കയായി മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ആന ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചരിഞ്ഞ് കിടക്കുകയാണ്. ആനയുടെ ശരീരം തണുപ്പിക്കാൻ വേണ്ടി പൈപ്പിൽ തണുത്ത വെള്ളം ശരീരത്തേക്ക് ഒഴുക്കിയിരുന്നു, ശരീരത്തേക്ക് തളിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യമായൊരു റെസ്പോണ്ടും ഉണ്ടാകുന്നില്ല. ഹൃദയമിടിപ്പ് ഉണ്ട്. ഹൃദയമിടിപ്പിൻ്റെ ആ ഒരു താളം ഹൃദയത്തിന് അത് ഈ സാധാരണഗതിയിൽ നിന്നും അല്പം ആശങ്കപ്പെടുത്തുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇനിയുള്ള നിമിഷങ്ങൾ വളരെ സസൂക്ഷ്മം മാത്രമേ, എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ വെറ്ററിനറി ഡോക്ടർമാർ അവിടെ നിന്ന് നമുക്ക് തത്സമയം അറിയിക്കുന്നത്.
ഇപ്പോൾ ആനയെ ബന്ധിച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആന വല്ലാത്ത ഒരു അവസ്ഥയിലാക്കണം, അതീവ മോശമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളും ആ നിലയ്ക്കാണ് വരുന്നത്. ഡോക്ടർമാരുടെ സംഘം വട്ടം നിന്നുകൊണ്ട് എല്ലാ രീതിയിലുള്ള പരിശോധനകളും നടത്തുന്നുണ്ട്.